ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സുപ്രധാന റൂൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇൻഡസ്ട്രികളിൽ ഒന്നിന് പുതിയൊരു ഡയറക്ഷൻ തന്നെ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പുതിയ ടെക് സബ്സിഡിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു AI ബ്രേക്ക് ത്രൂവിനെ കുറിച്ചോ ഒന്നുമല്ല. നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്, ഷുഗർ. പതിറ്റാണ്ടുകളായി ഷുഗർ സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ഫ്രസ്ട്രേറ്റിംഗ് ഗെയിം ആയിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൈലന്റ് റവല്യൂഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ നേരിട്ടത് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പാക്കേജ് കൊണ്ടല്ല, മറിച്ച് ഒരു അടിപൊളി പോളിസി ചേഞ്ചിലൂടെയാണ്. 20% എഥനോൾ അടങ്ങിയ പെട്രോൾ, അതായത് E20 വിൽക്കാനുള്ള ടാർഗറ്റ് 2030 നിന്ന് 2025-26 ഗവൺമെന്റ് റീപോർട്ട് ചെയ്തു. 2025 ഏപ്രിൽ മുതൽ E20 ഫ്യൂവൽ രാജ്യത്തുടനീളം ലഭ്യമായി തുടങ്ങി. അതൊരു നോർമൽ ഫ്യൂവൽ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇതൊരു എൻവയോൺമെന്റൽ പോളിസി മാത്രമല്ല, ഒരു എക്കണോമിക് ഗെയിം ചേഞ്ചർ കൂടിയാണ്. ഇത് എഥനോളിന് വലിയൊരു ഡിമാൻഡ് കൂടി ഉണ്ടാക്കുന്നു. എഥനോൾ എന്ന് പറയുന്നത് ഷുഗർ മില്ലുകൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബയോഫ്യൂലാണ്. ഈ ഒരൊറ്റ മാറ്റം പഞ്ചസാരയെ വിലയിൽ എപ്പോഴും മാറ്റം വരുന്ന ഒരു ഫുഡ് കമ്മോഡിറ്റിയിൽ നിന്ന് സ്ട്രാറ്റജിക് എനർജി അസറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ E20 റവല്യൂഷൻ എങ്ങനെ ഒരു വൺസ് ഇൻ എ ജനറേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഡൊമൈനിൽ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് ഇത്ര വലുതായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷങ്ങളായിട്ട് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു തലവേദനയായിട്ട് മാറിയ രണ്ട് മെയിൻ പ്രോബ്ലംസ് ആണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് ഷുഗർ ഇൻഡസ്ട്രിയുടെ ആ ഒരു സൈക്ലിക്കൽ നേച്ചർ. ഈ ഒരു സെക്ടർ എപ്പോഴും അതിന്റെ ഒരു സൈക്ലിക്കൽ സ്വഭാവത്തിന് തന്നെ വളരെ ഫേമസ് ആണ്. ഒരു നല്ല വിളവെടുപ്പ് ഉണ്ടായാൽ മാർക്കറ്റിൽ പഞ്ചസാര കൂടുകയും അത് ഷുഗർ പ്രൈസ് ഇടിയാനും കാരണമാകും. വില ഇടിയുമ്പോൾ മില്ലുകൾക്ക് കർഷകർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെയാവും. അത് വലിയ കുടിശ്ശികയിലേക്ക് കമ്പനികളെ എത്തിക്കുകയും ഈ മില്ലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കർഷകർക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഗവൺമെന്റ് എക്സ്പോർട്ട് കോട്ടകൾ മുതൽ സബ്സിഡികൾ വരെ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമായിട്ട് അവ ഒതുങ്ങി. രണ്ടാമത്തേത് കുറച്ചുകൂടി വലിയൊരു പ്രോബ്ലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് ഇമ്പോർട്ട് ചെയ്യുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഒരു ഇഷ്യൂ തന്നെ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രി തന്നെ മൊത്തത്തിൽ സ്തംഭിച്ച ഒരവസ്ഥയും നമ്മുടെ അടുക്കളയിൽ വരെ ആ ഒരു ടെൻഷൻ ഉണ്ടാക്കിയ സാഹചര്യവും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ എക്കണോമി ഒരു ഗ്ലോബൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസിന് എക്സ്പോസ്ഡ് ആക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് റൂട്ട് ബ്ലോക്ക് ആയാലോ തന്നെ ഇവിടുത്തെ ഫ്യൂൽ പ്രൈസ് കുത്തനെ കൂടും എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം. അപ്പോൾ ഒരു സൈഡിൽ ഓവർ പ്രൊഡക്ഷൻ കാരണം മുങ്ങിത്താഴുന്ന ഒരു അഗ്രികൾച്ചറൽ സെക്ടർ, മറു സൈഡിൽ ഫോറിൻ മാർക്കറ്റുകളെ അപകടകരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജി സെക്ടർ. കാഴ്ചയിൽ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് വലിയ പ്രശ്നങ്ങൾ. എന്നാൽ ഒന്നിനുള്ള സൊല്യൂഷൻ മറ്റേതിനും ഒരു കീ ആണ് എന്നാണ് ഗവൺമെന്റ് കണ്ടെത്തിയത്. അതായത് എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. E20 മാൻഡേറ്റ് വരുന്നത് ഇവിടെയാണ്. E20 മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 20% എഥനോളും 80% പെട്രോളും ചേർന്ന ഒരു ഫ്യൂൽ മിക്സ് ആണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. എഥനോൾ എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ട് കത്തുന്ന ഉയർന്ന ഒക്ടൈൻ നമ്പർ ഉള്ള ഒരു ബയോഫ്യൂൽ ആണ്. ഇത് കാർഷിക വിളകളിൽ നിന്നുണ്ടാക്കാം. ഇന്ത്യയിൽ അതിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സോഴ്സ് കരിമ്പ് തന്നെയാണ്. ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അഥവാ EBP ക്രൂഷ്യൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. 2014 വെറും 1.5% ബ്ലെൻഡിംഗിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഈ ഒരു പ്രോഗ്രാമിലെ ഗവൺമെന്റിന്റെ സക്സസ് 20% ബ്ലെൻഡിംഗ് ടാർഗറ്റ് 2030 നിന്ന് 2025-26 റീപോണ്ട് ചെയ്യാനെടുത്ത ഡിസിഷനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു നീക്കം ഷുഗർ ഇൻഡസ്ട്രിയുടെ ബിസിനസ് മോഡലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. പഞ്ചസാര മാത്രം ഉണ്ടാക്കി അതിന്റെ വിലയിലെ ആ ഒരു കയറ്റിറക്കങ്ങൾക്ക് കാത്തു നിൽക്കുന്നതിന് പകരം മില്ലുകൾക്ക് ഇപ്പോൾ കരിമ്പിന്റെ ആ ഒരു നീരും മൊളാസസും എഥനോൾ ഉണ്ടാക്കിയിട്ട് മാറ്റിവെക്കാം. ഇവിടെ ഒരു പവർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അവരുടെ ഒരു മെയിൻ കസ്റ്റമർ ഇനി ഫുഡ് ആൻഡ് ബീവറേജസ് ഇൻഡസ്ട്രി മാത്രമല്ല, രാജ്യത്തെ മൊത്തം ട്രാൻസ്പോർട്ട് ഫ്യൂൽ മാർക്കറ്റിൽ കൂടിയാണ്. ഈ പുതിയ ഡിമാൻഡിന്റെ സൈസ് വളരെ വലുതാണ്. 20% ബ്ലെൻഡിംഗ് എന്ന ലക്ഷ്യം നേടാൻ ഇന്ത്യക്ക് ഒരു വർഷം ഏകദേശം 1350 കോടി ലിറ്റർ എഥനോൾ വേണം. ഇന്ന് രാജ്യത്തിന്റെ ഡിസ്റ്റിലേഷൻ കപ്പാസിറ്റി ഏതാണ്ട് 2000 കോടി ലിറ്ററാണ്. ഗവൺമെന്റ് ഈ ഒരു മാറ്റം വളരെ കെയർഫുൾ ആയിട്ടാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥ കാരണം പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ എഥനോളിനായിട്ട് കരിമ്പ് ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ട് നിയന്ത്രിച്ചിരുന്നു. എന്നാൽ 2026 സപ്ലൈ വർഷത്തേക്ക് ആ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മില്ലുകൾക്കും ഒരു ക്രിട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട് എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്നതിനനുസരിച്ച് ഷുഗർ പ്രൊഡക്ഷനും എഥനോൾ പ്രൊഡക്ഷനും ഇടയ്ക്കിടെ സ്വിച്ച് ചെയ്യാൻ അവരെ ഈ ഒരു പോളിസി ഹെൽപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും സെക്ടറിന്റെ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്
എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു മെയിൻ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മൊമെന്റം ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്? 3 മെയിൻ ഫാക്ടേഴ്സിന് ഈ കമ്പനികൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റോം അല്ലെങ്കിൽ ഒരു മികച്ച അവസരം ഒരുക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തേത് പ്രൈസ് അഡ്വാൻറ്റേജ് ആണ്. ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ എത്രയോളം പ്രൊഡ്യൂസ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായേക്കും. ഇത് ഷുഗർ മില്ലുകൾക്കും അവരുടെ എത്തനോൾ പ്രൊഡക്ഷൻ മാക്സിമം ആക്കാൻ ഒരു ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് നൽകുന്നു. നല്ല മാർജിനുകളിലേക്കും പ്രോഫിറ്റിലേക്കും കമ്പനിയെ നയിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് കപ്പാസിറ്റി ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഷുഗർ ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഷുഗർ കമ്പനികൾ അവരുടെ ഡിസ്റ്റിലറി കപ്പാസിറ്റി കൂട്ടുന്നതിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു പ്ലാൻ അല്ല, ഇൻഫ്രാസ്ട്രക്ചർ തന്നെ റെഡിയാണ്. ഈ കമ്പനികൾ E20 റൂളിന്റെ ബെനിഫിറ്റ് ഉടൻ തന്നെ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നതാണ്. ഏകദേശം 2000 കോടി ലിറ്ററിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇപ്പോഴത്തെ E20 ടാർഗറ്റ് ആയിട്ടുള്ള 1350 കോടി ലിറ്ററിനേക്കാൾ കൂടുതലാണ്. ഇതിനർത്ഥം E25, E27 എന്നിവയെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞതുകൊണ്ടാണ് ഇൻഡസ്ട്രി കൂടുതൽ ഹയർ ബ്ലെൻഡിംഗ് ടാർഗറ്റുകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ സെക്ടറിലെ റിസ്ക് ഫണ്ടമെന്റലി കുറഞ്ഞു എന്നതാണ് ആ ഒരു കാര്യം. ആദ്യമായിട്ട് ഷുഗർ കമ്പനികൾക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള നോൺ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു റവന്യൂ സ്ട്രീം കിട്ടുകയാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നുള്ള ഗവൺമെന്റ് മാൻഡേറ്റ് ഡിമാൻഡ് അവരുടെ വരുമാനത്തിൽ ഒരു സ്റ്റേബിൾ ബേസ് നൽകുകയാണ്. അവർ വെറും ഒരു വോളറ്റൈൽ കമ്മോഡിറ്റി ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലെ കീ പ്ലെയർ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ബയോഫ്യൂൽ എനർജി സ്റ്റോക്കുകളായിട്ട് മാറുകയും ചെയ്തു. ഒരു എക്സ്ചേഞ്ച് സ്റ്റോക്കുകളുടെ വാല്യുവേഷനിൽ ഒരു വലിയ റീറേറ്റിംഗിന് കാരണമായി. അപ്പോൾ ഈ ഒരു എത്തനോൾ ട്രെൻഡിൽ നിന്ന് ഏതൊക്കെ കമ്പനികൾ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വലിയ ഡിസ്റ്റിലറി കപ്പാസിറ്റി ഉള്ള ഇന്റഗ്രേറ്റഡ് കമ്പനികളായിരിക്കും വലിയ വിന്നേഴ്സ്. പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ബൽറാംപൂർ ചിനി മിൽസ്, BMCL ഈ സെക്ടറിലെ ഒരു ലീഡർ ആയിട്ടാണ് പലരും BMCLനെ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഷുഗർ പ്രൊഡ്യൂസർമാരിൽ ഒന്നാണിത്. എത്തനോൾ സ്ട്രാറ്റജിയിൽ അവർ ഒരുപാട് മുന്നിലാണ്. അവരുടെ ഡിസ്റ്റിലറി കപ്പാസിറ്റി 1050 KLPD, അതായത് കിലോ ലിറ്റേഴ്സ് പെർ ഡേ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ബിസിനസിൽ നിന്ന് റവന്യൂവിന്റെ 40% നേടുക എന്ന ക്ലിയർ ടാർഗറ്റ് കമ്പനിക്കുണ്ട്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറോടെ 5430 കോടിയുടെ ഒരു റവന്യൂ ടാർഗറ്റും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് EAD പാരി ഇന്ത്യ ലിമിറ്റഡ്, മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള EAD പാരി ഈ ഫീൽഡിലെ മറ്റൊരു വലിയ കമ്പനിയാണ്. കൂടി വരുന്ന എത്തനോൾ ഡിമാൻഡ് മുതലെടുക്കാൻ കമ്പനി അവരുടെ ഡിസ്റ്റിലറി ഓപ്പറേഷൻസിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് പോലെയുള്ള മറ്റ് ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് മോഡൽ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇതൊരു എക്സ്ട്രാ സേഫ്റ്റിയും അവർക്ക് നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട് ഡാൽമിയ ഭാരത് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഈ ഒരു കമ്പനിയും വളരെ ആക്റ്റീവാണ്. 21 കോടി ലിറ്റർ വരെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡാൽമിയ ധാന്യങ്ങൾ ഉൾപ്പെടെ പലതരം റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് അവർക്കൊരു ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി നൽകുകയും ചെയ്യുന്നു. ഒരു വിളയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റ് കീ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ശ്രീ രേണുക ഷുഗേഴ്സ്, അവരുടെ കപ്പാസിറ്റി 1400 KLPD ആയിട്ട് വർദ്ധിപ്പിക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് 1100 KLPD ഡിസ്റ്റിലറി കപ്പാസിറ്റി ഉണ്ട്. ഇവരൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ ഇനി വരാൻ പോകുന്ന കമ്പനികളായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു റിസ്കുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഡീറ്റെയിൽ അനാലിസിസുകളൊന്നും നിങ്ങൾക്ക് മിസ്സാവുകയില്ല. അപ്പൊ ഇനി നമുക്ക് ആ ഒരു റിസ്കുകളിലേക്ക് കടക്കാം. ഒരു ഇൻവെസ്റ്റ്മെന്റും റിസ്ക് ഇല്ലാതെ വരില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. E20 പ്രോഗ്രാം ഇപ്പൊ നന്നായിട്ട് സെറ്റിൽഡ് ആണെങ്കിലും ഫ്യൂച്ചറിലെ എത്തനോൾ പ്രൈസ്, ബ്ലെൻഡിംഗ് ടാർഗറ്റുകൾ, വിളകളുടെ വില ഇവയെല്ലാം ഗവൺമെന്റ് റിവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. മുമ്പ് നമ്മൾ കണ്ടതുപോലെ കരിമ്പ് മാറ്റി വെക്കുന്നതിനുള്ള താൽക്കാലിക ബാൻ പോലെയുള്ള ഏതൊരു പെട്ടെന്നുള്ള പോളിസി ചേഞ്ചും അവരുടെ പ്രോഫിറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കാം. അതിന് പുറമെ പ്രൊഡക്ഷനും ഇപ്പോഴത്തെ മൺസൂണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മോശം വിള വർഷം വന്നാൽ അത് കരിമ്പിന്റെ ലഭ്യതയെ കുറയ്ക്കും. റോ മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഡൊമസ്റ്റിക് സിറ്റുവേഷൻസ് സ്ട്രോങ് ആണെങ്കിലും കമ്പനികൾ ഇപ്പോഴും ഗ്ലോബൽ ഷുഗർ പ്രൈസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് എക്സ്പോർട്ടിനായിട്ട് ഷുഗർ ഉണ്ടാക്കണോ അതോ ഫ്യൂവലിനായിട്ട് എത്തനോൾ ഉണ്ടാക്കണോ എന്ന അവരുടെ ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എങ്കിലും ലോങ് ടൈം ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുകയാണ്. 2025 ശേഷമുള്ള ഒരു റോഡ് മാപ്പിനായിട്ടുള്ള ചർച്ചകൾ ഓൾറെഡി നടക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് E20 അപ്പുറത്തേക്കും നോക്കുന്നുണ്ട്. കൂടുതൽ എത്തനോൾ ഉപയോഗിച്ച് ഓടിക്കാൻ പറ്റുന്ന ഫ്ലക്സ് ഫ്യൂവൽ വെഹിക്കിൾസ്, അതായത് FFVകളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഗവൺമെന്റ് സപ്പോർട്ടോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് എത്തനോളിന്റെ കഥ ഒരു വൺ ടൈം ഇവന്റ് അല്ല, ഇന്ത്യയുടെ ലോങ് ടേം എനർജി ട്രാൻസിഷൻ സ്ട്രാറ്റജി കൂടിയാണ് എന്നുള്ളതാണ്. E20 ഫ്യൂവലിന്റെ വരവ് എന്ന് പറയുന്നത് വെറും ഒരു പുതിയ നിയമം മാത്രമല്ല, ഇതൊരു ഇൻഡസ്ട്രിയുടെ ബിസിനസ് മോഡലിനെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് റീറൈറ്റ് ചെയ്യുന്നതിലാണ്. ഇത് ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള ഷുഗർ സപ്ലൈസിന്റെയും എനർജി ഇൻസെക്യൂരിറ്റീസിന്റെയും പ്രശ്നങ്ങളെ ഒറ്റ ബ്രില്യൻ മൂവിലൂടെ പരിഹരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് തൊട്ടേ അൺസ്റ്റേബിൾ ആയിരുന്ന ഒരു സെക്ടറിനെ ഇന്ത്യൻ ഗ്രീൻ എനർജി ട്രാൻസിഷൻ
ഡിമാൻഡിനെ ഒരു സ്ട്രാറ്റജിക് പ്ലേ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉറപ്പുള്ള ഡിമാൻഡ്, ഗവൺമെന്റ് സപ്പോർട്ട്, സ്റ്റേബിൾ പ്രോഫിറ്റിലേക്കുള്ള ഒരു വഴി, ഇവയെല്ലാം ചേർന്ന് ശക്തമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും നാഷണൽ മിഷനുമായിട്ട് ചേർന്ന് പോവുകയും ചെയ്യുന്ന കമ്പനികൾ ഒരു വലിയ ഗ്രോത്ത് സൈക്കിളിന്റെ വക്കിലാണ്. കമ്മോഡിറ്റി എന്ന നിലയിൽ പഞ്ചസാരയുടെ ആ ഒരു കാലം ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷേ എനർജി സോഴ്സ് എന്ന നിലയിലുള്ള പഞ്ചസാരയുടെ യുഗം ഇപ്പോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് മുമ്പിലുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സെക്ടറിലുള്ള കമ്പനികളെ നമുക്ക് സൂക്ഷ്മമായി പരീക്ഷിക്കുകയും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടെത്താനും അനലൈസ് ചെയ്യാനും ചാനൽ പിന്തുടരുക. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.